നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കാമുകനുമൊത്ത് നൃത്തം ചെയ്യുന്ന രംഗങ്ങൾ ഭാര്യ ഭർത്താവിന് അയച്ചുകൊടുത്തു. ഇതിൽ പരം ക്രൂരത മറ്റൊന്നില്ലെന്ന് സോഷ്യൽ മീഡിയ. 7ാം ക്ലാസ്സുകാരിയോട് 55-കാരൻ്റെ വഴിവിട്ട ലൈംഗിക പ്രകടനം. കോട്ടയത്താണ് ഇത്തരമൊരു സംഭവം നടന്നത്. കുപ്രസിദ്ധ മോഷ്ടാവ് ചെന്താമര സജീർ ഒടുവിൽ പോലീസിന്റെ വലയിലായി. ജമ്മു കാശ്മീരിൽ മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂടിയ യുവാവിനെ അർദ്ധനഗ്നനാക്കി പോലീസ് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണം. കാമുകനുമൊത്ത് നൃത്തം ചെയ്യുന്ന രംഗങ്ങൾ ഭാര്യ ഭർത്താവിന് അയച്ചുകൊടുത്തു. ഇതിൽ പരം ക്രൂരത മറ്റൊന്നില്ലെന്ന് സോഷ്യൽ മീഡിയ. ഈ ദൃശ്യങ്ങൾ കണ്ട ഭർത്താവ് ജീവനൊടുക്കി. ഭാര്യയ്ക്കും ഈ കാമുകനും പരമാവധി ശിക്ഷ നൽകണമെന്ന് സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. കാമുകനുമായുള്ള ഭാര്യയുടെ വീഡിയോ കണ്ട ഭർത്താവ് മനംനൊന്ത് ജീവനൊടുക്കി. ഹരിയാനയിലെ റോഹ്തക് എന്ന ഗ്രാമത്തിലാണ് ദാരുണ സംഭവം നടന്നത്. മകൻ എന്ന യുവാവാണ് ജീവനൊടുക്കിയത്. ഭാര്യ ദിവ്യയും കാമുകൻ ദീപക്കും ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും മകൻ ആരോപിച്ചിരുന്നു. കാമുകനോടൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോ ദിവ്യയാണ് മകന് അയച്ചു കൊടുത്തത്. ഇത് കണ്ടതിന് പിന്നാലെയാണ് മകൻ ജീവനൊടുക്കിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് മകൻ ഇരുവരുടെയും വീഡിയോ പങ്കുവച്ചു. വീഡിയോയിൽ ദീപക് പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും മകൻ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിൽ ഒരു മുറിയിൽ ദിവ്യ നൃത്തം ചെയ്യുന്നതും അത് കാമുകൻ റെക്കോർഡ് ചെയ്യുന്നതും കാണാം. പിന്നാലെ വലിയ വിമർശനമാണ് വീഡിയോയ്ക്ക് നേരെ ഉയർന്നത്. ഭാര്യ തന്നെ ഉപദ്രവിച്ചിരുന്നതായും മകൻ ആരോപിക്കുന്നു. ദീപക്കും ദിവ്യയും നിരന്തരം മാനസികമായി പീഡിപ്പിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും മകൻ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. ഇരുവർക്കുമെതിരെ കർശന നടപടിയെടുക്കണമെന്നും തങ്ങളുടെ മകനെ മാതാപിതാക്കളോടൊപ്പം നിർത്തണമെന്നും മകൻ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. 7ാം ക്ലാസ്സുകാരിയോട് 55-കാരൻ്റെ വഴിവിട്ട ലൈംഗിക പ്രകടനം. കോട്ടയത്താണ് ഇത്തരമൊരു സംഭവം നടന്നത്. സ്കൂൾ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ പെൺകുട്ടിയുടെ കൈകളിൽ കടന്നു പിടിക്കുകയും ഫോൺ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പരാതി. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇക്കഴിഞ്ഞ ജൂൺ വരെ ഈ പരിപാടി ഇയാൾ തുടർന്നു എന്നാണ് പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത്. സ്കൂൾ വാനിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ബസ് ഡ്രൈവർ അറസ്റ്റിലായി. ഇടക്കുന്നം പാറത്തോട് കൊല്ലംപറമ്പിൽ റഹീമിനെയാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ഫെബ്രുവരി മുതൽ 2025 ജൂൺ വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ ലൈംഗികാതിക്രമം അരങ്ങേറിയത്. കുട്ടിയുടെ കയ്യിൽ കടന്നുപിടിച്ച് കുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയുകയും ഫോൺ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് നിരന്തരം ഇയാൾ പെൺകുട്ടിയെ എന്നാണ് പരാതി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കുപ്രസിദ്ധ മോഷ്ടാവ് ചെന്താമര സജീർ ഒടുവിൽ പോലീസിന്റെ വലയിലായി. എറണാകുളം ടൗൺ പോലീസിനെയും എറണാകുളം ജില്ലയിലെ ആകമാനം പോലീസിനെയും പലതവണ വട്ടം കറക്കിയ ചെന്താമര കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. മൊബൈൽ ഫോൺ മോഷണ കുറ്റത്തിനാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്കറ്റടി, മോഷണം, പിടിച്ചുപറി എന്നിങ്ങനെ 30ഓളം മോഷണങ്ങൾ നടത്തി എറണാകുളം പോലീസിനെ വട്ടം കറക്കിയ കുപ്രസിദ്ധ മോഷ്ടാവാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ കവർന്നതിനാണ് ഇയാളെ വീണ്ടും പോലീസ് പിടികൂടിയത്. ചെന്താര സജീർ എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചെന്താര വീട്ടിൽ സജീറിനെയാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 22-ാം തീയതി വൈകുന്നേരം ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് കാക്കനാട് ഭാഗത്തേക്ക് പോയ സ്വകാര്യ ബസ്സിൽ മേനക ജംഗ്ഷനിൽ നിന്നും കയറിയ യാത്രക്കാരന്റെ സ്മാർട്ട് ഫോണാണ് ഇയാൾ കവർന്നത്. യാത്രക്കാരൻ മയങ്ങിയ സമയത്ത് പാൻസിന്റെ പോക്കറ്റിൽ നിന്നാണ് ഇയാൾ ഫോൺ അടിച്ചു മാറ്റിയത്. CCTV ക്യാമറ ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ടവറുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ സെൻട്രൽ ഇൻസ്പെക്ടർ അനീഷ് ജോയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ നിന്നുമാണ് സജീറിനെ കസ്റ്റഡിയിലെടുത്തത്. നിരവധി കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള സജീറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിസ്മയ ന്യൂസ്, കൊച്ചി. ജമ്മു കാശ്മീരിൽ മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂടിയ യുവാവിനെ അർദ്ധനഗ്നനാക്കി പോലീസ് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണമല്ല, ക്രൂരതയാണ് യുവാവിനോട് പോലീസ് ചെയ്തത്. അർദ്ധനഗ്നനാക്കിയ ശേഷം ചെരുപ്പുമാലയണിച്ച് യുവാവിനെ പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിലിരുത്തി നഗരപ്രദക്ഷിണം വയ്ക്കുകയും ആളുകൾക്കൊപ്പം പോലീസും ആനന്ദ നടനമാടുകയും ചെയ്തു. ഈ ക്രൂരമായ കാഴ്ച സമൂഹമാധ്യമത്തിൽ പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. ജമ്മു കാശ്മീരിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ അർദ്ധനഗ്നനാക്കി പോലീസ് ജീപ്പിന് മുന്നിൽ കെട്ടിയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. യുവാവിനെയും കൊണ്ട് ഗ്രാമം ചുറ്റുമ്പോൾ പോലീസും ജനങ്ങളും ചുറ്റും കൂടി നിന്ന് ആഹ്ലാദിക്കുന്നതും വീഡിയോയിൽ കാണാം. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ലഹരി ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് നാട്ടുകാർ യുവാവിനെ പിടികൂടി പോലീസിന് കൈമാറിയത്. പിന്നാലെ ഇതേ യുവാവ് തന്റെ 40,000 രൂപ മോഷ്ടിച്ചതായി ആരോപിച്ച് ഒരാൾ ബാക്ഷിനഗർ പോലീസിൽ പരാതി നൽകി. പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ കത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും
നാട്ടുകാർ പറയുന്നു. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ യുവാവിനെ കീഴടക്കിയ പോലീസ് ഇയാളുടെ കൈകൾ പിന്നിലാക്കി കെട്ടി വിലങ്ങ് വെച്ചു. ശേഷം ചെരുപ്പുമാല അണിയിച്ചു. പിന്നാലെ പോലീസ് ജീപ്പിന്റെ മുന്നിലിരുത്തി പ്രദർശനമെന്നോണം ജമ്മു നഗരത്തിൽ ഉടനീളം ഏറെ നേരം വലം വെച്ചു. ആൾക്കൂട്ടത്തിന്റെ ആഘോഷത്തിനൊപ്പം നിൽക്കുന്ന പോലീസിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു. വീഡിയോ പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. പ്രാകൃതമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന വിമർശനമാണ് ഉയരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീർ പോലീസ് വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.